നമ്മുടെ CGL ടയർ 2 ക്വസ്റ്റ്യൻ ആണ് 2019. ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആർട്ടിക്കിള് എന്തോ ഒരു പ്രൈസിന് സെല് ചെയ്യുവാണ്. ഓക്കെ, എന്നിട്ട് ആദ്യം അത് 33.1/3% ഓഫ് സെല്ലിംഗ് പ്രൈസിന് വിറ്റ് കഴിയുമ്പോൾ സോൾഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയാൻ കാരണം. വിറ്റ് കഴിയുമ്പോൾ 33.1/3% ലോസ്. ഇനി അതേസമയം ഇതേ ഐറ്റം 60% ഓഫ് ഒറിജിനൽ സെല്ലിംഗ് പ്രൈസിന് വിറ്റ് കഴിയുമ്പോൾ എത്ര ലോസ് അല്ലെങ്കിൽ ഗെയിൻ ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഫിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. സോ ഗെയിൻ ആണ്. ഓക്കെ, ഇവിടെ നമുക്കറിയാം ഇനിഷ്യലി ഒരു സെല്ലിംഗ് പ്രൈസ് ഉണ്ട്, പിന്നെ കോസ്റ്റ് പ്രൈസ് ഉണ്ട്. കോസ്റ്റ് പ്രൈസ് ത്രൂ ഔട്ട് കോൺസ്റ്റന്റ് ആണ്, അതിന് വേരിയേഷൻ ഒന്നുമില്ല. പിന്നെ ഉള്ളത് 2-3 സെല്ലിംഗ് പ്രൈസ് ആണ്. അപ്പോൾ ഇവർ ആദ്യം പറഞ്ഞിരിക്കുന്ന 33.1/3%. 33.1/3% എന്ന് പറയുമ്പോൾ ഫ്രാക്ഷൻ 1/3 ആണ്. അതായത് നമ്മൾ ഈ 33.1/3. ഓക്കെ, ദെൻ അടുത്ത 60% ആണ് പറഞ്ഞിരിക്കുന്നത്. 60% കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 3/5 ആണ്. അപ്പോൾ ഞാൻ സെല്ലിംഗ് പ്രൈസ്, ഇനീഷ്യലി ഉള്ള സെല്ലിംഗ് പ്രൈസ് ഇതിനനുസരിച്ച് ഞാൻ എടുക്കുക. അതായത് 5-3 ഇതിൻ്റെ LCM 15 ആയിട്ട് എടുക്കുക. ഇനീഷ്യലി ഉള്ള സെല്ലിംഗ് പ്രൈസ് 15 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ SP1 33.1/3% ഷെയർ ചെയ്യുന്ന പറഞ്ഞിരിക്കുന്നത്. 33.1/3% സെല് ചെയ്യുന്നെന്നാണ് പറഞ്ഞത്. അപ്പോൾ 15ന്റെ 1/3 5 രൂപയ്ക്കായിരിക്കും സെല് ചെയ്തിട്ടുണ്ടാകുന്നത്. രണ്ടാമത്തെ സെല്ലിംഗ് പ്രൈസ് എന്ന് പറയുമ്പോൾ അതിൻ്റെ 3/5 60% എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 15/15 ഇൻറ്റു 3/5. ഓക്കെ, 9 എന്ന് പറഞ്ഞ് കിട്ടും. ഈ 5ന് വിൽക്കുമ്പോൾ, ഈ 5 എന്ന് പറയുന്ന ഇതിന് വിൽക്കുമ്പോൾ നമുക്ക് 33.1/3% ലോസ് എന്നാണ്. അതായത് സപ്പോസ് അത് 100 രൂപ ആയിരുന്നെങ്കിൽ അത് 66 2/3 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നേനെ. 100 രൂപയായിരുന്നെങ്കിൽ 66 2/3ക്ക് വിൽക്കേണ്ടി വന്നേനെ. അത് അല്ലെങ്കിൽ ഫ്രാക്ഷന് പറയുകയാണെങ്കിൽ 2/3 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നേനെ. 2/3 രൂപയ്ക്ക് വിൽക്കേണ്ടി വന്നേനെ. അതായത് ഇത്രയുള്ള സംഭവം 5 ആണെങ്കിൽ അത് 2/3ക്ക് വിൽക്കേണ്ടി വന്നേനെ. കാരണം ഈ സെല്ലിംഗ് പ്രൈസിനനുസരിച്ച് മാത്രമേ, ബാക്കിയെല്ലാം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ സെല്ലിംഗ് പ്രൈസ് വേരി ചെയ്യുമ്പോൾ അതിൻ്റെ പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് വേരി. അപ്പോൾ ഇത് ബെറ്റർ നമുക്ക് ചെയ്യുന്നത് പ്രോഫിറ്റ് എന്ന ലോസ് എന്ന കൺസെപ്റ്റ് എടുക്കാതെ 100 രൂപയായിരുന്നെങ്കിൽ ഇത് ആക്ച്വലി എത്ര രൂപയ്ക്ക് വേരി എന്ന് നോക്കാം. ഇവിടെ വൺ സൈഡിൽ റേഷ്യോയിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ളത്, മറ്റേ സൈഡിൽ പെർസെൻറ്റേജിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇത്. ഓക്കെ, അപ്പോൾ 5 രൂപയായിരുന്നു സെല്ലിംഗ് പ്രൈസ് എങ്കിൽ 2/3 ആയേനെ. അതായത് 66 2/3. ഇനി നമുക്ക് വന്നിരിക്കുന്ന 9 രൂപയാണെങ്കിലാണ് അത് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, 5 2/3 ആണെങ്കിൽ ഒരു യൂണിറ്റ് എന്ന് പറയുന്നത് 2/15 എന്ന് വന്നേനെ. സോ 9 യൂണിറ്റ് എന്ന് പറയുമ്പോൾ 2/15 ഇൻറ്റു 9. അതായത് ഇത് ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ 3ഉം ഇവിടെ 5 6/5 എന്ന് പറഞ്ഞു കിട്ടും. 6/5 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 6/5ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പെർസെൻറ്റേജ് 120 ആണ്. അല്ലെങ്കിൽ 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. അതിനർത്ഥം 20% പ്രോഫിറ്റ് ആണ് കിട്ടിയിരിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. സോ 20% ആയിരിക്കും ഇതിൻ്റെ ഫൈനൽ ആൻസർ.